പാർലമെന്റ് സുരക്ഷാ വീഴ്ചയിലും സസ്പെൻഷൻ നടപടികൾക്കുമെതിരെ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷ സഖ്യം ഇന്ത്യ. പാർലമെന്റിന് പുറത്ത് വിജയ് ചൌക്കിലേക്ക് കക്ഷി നേതാക്കൾ പ്ലക്കാർഡുമായി മാർച്ച് നടത്തി. പാർലമെന്റ് അതിക്രമത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും രാഷ്ട്രീയം കളിക്കുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. നാളെ പ്രതിപക്ഷ പാർട്ടികൾ ദേശവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കും. സർക്കാരിനെതിരെ പ്രതിഷേധം തുടരുന്ന പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിന് പുറത്ത് ഗാന്ധി പ്രതിമയ്ക്ക് സമീപത്തും വിജയ് ചൌക്കിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രതിപക്ഷ സഖ്യം ഇന്ത്യയിലെ കക്ഷി നേതാക്കളായ ശരത് പവാർ, TR ബാലു, മനോജ് ഝാ, KC വേണുഗോപാൽ, NK പ്രേമചന്ദ്രൻ, എളമരം കരീം തുടങ്ങിയവർ പാർലമെന്റ് വളപ്പിൽ നിന്ന് പ്ലക്കാർഡുകളും കയ്യിലേന്തി വിജയ് ചൌക്കിലേക്ക് മാർച്ച് നടത്തി. ജനാധിപത്യം സംരക്ഷിക്കുക, എംപിമാരെ തിരിച്ചെടുക്കുക, പാർലമെന്റിലുണ്ടായ സുരക്ഷാ വീഴ്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ വിശദീകരണം നൽകുക എന്നീ ആവശ്യങ്ങളാണ് പ്രതിപക്ഷ എംപിമാർ ഉയർത്തിയത്. മോദി സർക്കാർ പ്രതിപക്ഷ ശബ്ദത്തെ അടിച്ചമർത്തുകയാണെന്നും ഭരണഘടനയെ അട്ടിമറിക്കുകയാണെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ഏകാധിപത്യ വാഴ്ചയ്ക്കെതിരെ അതിശക്തമായി പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. 4 മന്ത്രാലയങ്ങളിലെയും വീഴ്ച, ഇന്റലിജൻസ് വിഭാഗത്തിന്റെ വീഴ്ചയടക്കം പാർലമെന്റിൽ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്തിട്ട് അതിന് വളരെ ശക്തമായ ഒരു വിശദീകരണം ഇന്ത്യയുടെ പാർലമെന്റിലാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തരേണ്ടത്. അതിന് പകരം പുറത്തു നടന്ന് BJP എംപിമാരുടെ യോഗത്തിലോ അല്ലെങ്കിൽ മറ്റു പല സംസ്ഥാനങ്ങളിലോ പോയി പ്രസംഗിക്കുകയല്ല വേണ്ടത്. ആദ്യം അവർ റെസ്പോൺസിബിൾ ആവേണ്ടത് പാർലമെന്റിനോടാണ്. അതേസമയം രാജ്യസഭയിൽ ശൂന്യവേളയ്ക്കിടെ BJP MP K. ലക്ഷ്മൺ ശബരിമലയിലെ ഭക്തരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചു. തീർത്ഥാടകർക്ക് മതിയായ സൗകര്യമൊരുക്കിയില്ലെന്നും ഭക്തർക്ക് നേരെ ലാത്തിചാർജ് നടത്തിയെന്നും BJP MP. സനാതനധർമ്മത്തെ തകർക്കാൻ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും ശ്രമിക്കുന്നുവെന്ന ആരോപണവും BJP MPയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. അതിനിടെ എംപിമാരുടെ സസ്പെൻഷനിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞത് TMC MP സാകേത് ഗോഖലെ വെളിപ്പെടുത്തിയത് ചർച്ചയായി. പ്രതിപക്ഷത്ത് ആരുമില്ലാത്തത് മോശമാകുമെന്നതുകൊണ്ടാണ് എല്ലാവർക്കുമെതിരെ നടപടിയെടുക്കാത്തതെന്നും ക്രിമിനൽ ബില്ലുകൾ രാജ്യസഭയിൽ വരുമ്പോൾ കൂടുതൽ പേരെ സസ്പെൻഡ് ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞതായാണ് വാദം. എന്നാൽ വ്യാജ പ്രചരണമാണ് TMC MP നടത്തുന്നതെന്ന് പീയൂഷ് ഗോയൽ പ്രതികരിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.